2025-26 വന്ന ഏറ്റവും വലിയൊരു മാറ്റം അല്ലെങ്കിൽ ദുരന്തം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ടോ മനസ്സിലാക്കാണ്ടോ അല്ലെങ്കിൽ അവർ തമ്മിൽ നന്ദിയില്ലാത്ത മനുഷ്യരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിക്കുക, അടുപ്പം കാണിക്കുക, ആവശ്യം കഴിഞ്ഞാൽ ഇട്ടിച്ചിട്ട് പോവുക. ഇതൊരു അതൊക്കെ റിലേഷനിൽ മാത്രമേ ഉണ്ടായ സംഭവമാണ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ പാരൻസിൻ്റെ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളോടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ വേറൊരാൾക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക, പുറത്തുള്ള ഒരാൾക്ക് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ സന്തോഷിക്കുന്നുണ്ടായാൽ അവർക്കത് പിടിക്കത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, നെഗറ്റീവ്സ് അടിക്കും, നമ്മളെന്ത് ചെയ്യും, പലതും പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. ചില ടൈപ്പ് ഓഫ് ആൾക്കാരാണെങ്കിൽ ഒരാൾ പറയുന്നത് പോലെ ആയിരിക്കണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. വേറൊരാളുടെ അണ്ടറിൽ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജീവിക്കുക. ഓരുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നീങ്ങുക, ഓര് പറയുന്നത് മാത്രം ചെയ്യുക, ഓര് പറയുന്ന രീതിയിൽ മാത്രം നടിക്കുക, ഒക്കെ ഓരുടെ അണ്ടറിൽ. നമ്മളതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തീയിൽ നമ്മൾ അടുത്ത് നിന്നാൽ എങ്ങനെ ഉണ്ടാവുക അതേപോലെ ആയിരിക്കും നമ്മൾ പിന്നെ അവരും നമ്മളുള്ള ബന്ധം എന്ന് പറയുന്നത് അത്രയ്ക്കും ദേഷ്യവുമായിരിക്കും. അവരുടെയും ലൈഫ് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ളൊരു ചോയ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് മാറ്റിയെടുക്കാൻ നിൽക്കരുത്. നമ്മുടെ ലൈഫ് നമ്മുടേത് മാത്രമാണ്. അത് വേറൊരാൾക്ക് അതിനെ പറ്റിയിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കാതിരിക്കുക. നമുക്ക് എത്രത്തോളം നമ്മളെ ഹാപ്പിനെസ് ആക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക, ഹാപ്പിനെസ് ആക്കുക. നെഗറ്റീവ് കാര്യമാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് മൈൻഡിലാക്കി എടുക്കുക. നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് അതിനെ ബിൽഡ് ചെയ്യാൻ പറ്റി നോക്കുക. ഏതൊരു പ്രശ്നത്തെ ആയാലും നമ്മുടെ പാരൻസിന് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ആഗ്രഹം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യുക. പാരൻസിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് ആ ആഗ്രഹം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എവിടെ എത്തൂല കേട്ടോ. സോ താങ്ക് യു.